നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രതീക്ഷ എവിടെ? മുറിയിലുണ്ട്. നല്ല വിഷമമുണ്ട് പാവം. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു അവളുടെ മനസ്സിൽ. അതെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണില്ലേ. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ മോളെ. ഞാൻ എന്തായാലും അഭിലാഷിനെ ഒന്ന് കാണുന്നുണ്ട്. വേണ്ട, ഗിരിയണ്ണ എനിക്ക് വേണ്ടി അയാളുടെ കാല് പിടിക്കാനൊന്നും പോണ്ട. എനിക്ക് കല്യാണം മുടങ്ങിയതില് ഒരു സങ്കടമില്ല ഗിരിയേട്ട. പക്ഷെ ഗിരിയേട്ടനെ കുറിച്ച് മോശം പറഞ്ഞത് അഭിലാഷ് അയാളുടെ വീട്ടുകാരെ വിശ്വസിച്ചില്ലേ? അതാണ് എന്റെ വിഷമം. സത്യത്തിൽ ഇത് ചെയ്തവര് എന്നെ മോശക്കാരനാക്കാനാണ് മോളെ ശ്രമിച്ചത്. ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി എന്റെ അനിയത്തിയുടെ കല്യാണം മുടക്കിയത് അതാരായാലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇങ്ങനൊരു നുണക്കഥ പ്രചരിപ്പിച്ച് ഈ കല്യാണം മുടക്കാനായിട്ട് മനഃപൂർവ്വം ആരെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലേ അത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ മാത്രം. അത് നിതീഷാണ്. എന്റെ മോളുടെ കല്യാണം മുടക്കിയിട്ട് അവരെന്ത് കിട്ടാനാ മോളെ? ഗിരിയെ തോപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കില്ലമ്മേ. ഗിരി, നിതീഷിന്റെ ചട്ടകമായി ഇപ്പോഴും നമ്മുടെ ഓഫീസിൽ നിന്ന് പ്രവർത്തിക്കുന്നതേ മനുവാ. ഏതു മനു? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് മാനേജർ. മനസ്സിലായി. പലവട്ടം ഞാൻ അവനെ ഓങ്ങി വെച്ചതാ. പക്ഷേ ഒരാളുടെ വരുമാനം ഇല്ലാതാക്കണ്ടല്ലോ എന്ന് കരുതി മാത്രം ഞാൻ അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാത്തതാണ്. ആ കാണിച്ച ദയയുടെ പ്രതിഫലം ഇപ്പൊ കിട്ടിയല്ലോ. ഇനിയെങ്കിലും ഗിരി പ്രതികരിക്കണം. നീ പറഞ്ഞത് ശരിയാണ് ആകാശേ. ചില കാര്യങ്ങൾ വെച്ച് വൈകിപ്പിക്കരുത്. നീ വാ. അവനിങ്ങോട്ട് കേറി വിടുന്ന നിമിഷം കുത്തിനെ പിടിച്ച് ചാമ്പാനെ എന്റെ കൈ കിടന്ന് നിന്നെ തരിക്കുക. അവനെ വെറുതെ വിടാൻ എന്തായാലും ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. വരട്ടെ, ചോദിക്കണമല്ലോ. വരണം വരണം. താങ്ക് യു സർ. മനു അഭിലാഷും നല്ല സുഹൃത്തുക്കളാണല്ലേ? അഭിലാഷ് സാറോ? അങ്ങനെയൊന്നുമില്ല സാർ. എങ്ങനെയൊന്നുമില്ലെന്ന് അടുപ്പവും സൗഹൃദവും ഒന്നുമില്ല സാർ. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറ് പോലുമില്ല. അവന്റെ ഒരു ഒഫീഷ്യല് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നതാണോ നിന്റെ ഒഫീഷ്യല്? അഭിലാഷ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എന്നെയും ചേർത്ത് ഇല്ലാക്കഥ പറഞ്ഞുണ്ടാക്കി നീയാണോ? എന്തൊക്കെയാ സാറി പറയുന്നത്? സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സത്യം പറയടാ, അഭിലാഷിനോട് ഈ നുണക്കഥ പറയാൻ നിന്നെ ആരാ ഏർപ്പാടാക്കിയത്? എന്തായിരുന്നു നിനക്കുള്ള ഓഫർ? സത്യം പറയുന്നത് നിനക്ക് നല്ലത്. അല്ലെങ്കിലേ നീ ജീവനോടെ മുറിവിട്ട് പോവില്ല. നീ പറയില്ലല്ലോടാ. ഇനി എന്നെ തല്ലരുത് സാറേ. ഞാൻ പറയാം, ഞാൻ എല്ലാം പറയാം. നിതീഷ് സാറ് പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. കുറച്ചുകൂടെ എടുത്ത് കഴിക്കമ്പി.
എന്നെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ഇവനോട് മാത്രമല്ല, ചോദ്യം അങ്കിളിനോടും കൂടിയാ. എന്താ അഭിപ്രായം ഗിരിപോലെ? അല്ല, ഇവനെ പോലെ അമ്മയും പെങ്ങന്മാരെയും കണ്ടാ തിരിച്ചറിയാത്ത ഒരു ആഭാസനാണെന്ന് എന്നെ കണ്ട അമ്പി അങ്കിളിന് തോന്നുന്നുണ്ടോ? ഒരുമാതിരി മറ്റേ വർത്താനം പറയില്ലട്ടോ. മറ്റേ പരിപാടി നിനക്ക് കാണിക്കാം. ഞാനത് പറയുന്നതാണ് പ്രശ്നം. എന്താ ഗിരി ഇത്? ഭക്ഷണത്തിന് മുമ്പിലാണോ വഴക്കും വെക്കാണോ ഒക്കെ? ആദ്യം പ്രതീക്ഷ എന്നെയും കുറിച്ചുള്ള ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് അറിയണം. അത് കഴിഞ്ഞിട്ട് വെട്ടിപിഴിഞ്ഞാൽ മതി എല്ലാരും. പറയണം, പറയാൻ. ഞാൻ എന്റെ സനുവിനെ പോലെ കാണുന്ന പെണ്ണാ അവള്. അവളെയും എന്നെയും ചേർത്ത് ഇങ്ങനൊരു ഇല്ലാക്കഥ പറയാൻ നിനക്ക് കീ തന്നുവിട്ടത് ആരാണെന്ന് എനിക്ക് അറിയണം. നിന്നെ അമ്മയാണോ അതോ ഈ നിൽക്കുന്ന നട്ടലില്ലാത്ത നിന്റെ അമ്മാവനോ? പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വല്ലോരും വല്ലതും പറയുന്നത് കേട്ട് ഗിരിയേട്ടൻ വെറുതെ എന്റെ നെഞ്ചത്ത് കയറാൻ വരരുത്. ഇനി ഒരു നിമിഷം പോലും നീ എന്നെ ഏട്ടാന്ന് വിളിച്ചു പോകരുത്. എന്റെ അച്ഛന്റെ ചോരയല്ല നിന്റെ ജനബിൽ ഒഴുകുന്നത്. അതിന്റെ തെളിവാ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും. വെറുതെ എന്നെ പറയണ്ട. നാട്ടുകാർ ഓഫീസിലുള്ളവരും പലതും പറയുന്നുണ്ട്. നിങ്ങളെ കുറിച്ചേ അത്രയ്ക്ക് നാണക്കെട്ട കാര്യങ്ങളെ പുറത്ത് കേൾക്കുന്നത് അത് ഗിരിയേട്ടന് അറിയാൻ പാടില്ല. നിർത്തുക റാസ്കൽ. എല്ലാം ചെയ്തു കൂട്ടിയിട്ട് നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നോ? നീയൊന്നും വിചാരിച്ച തകരുന്ന ചീട്ടുകൂട്ടാനോ അല്ല ഗിരിധർ നമ്പ്യാർക്കുള്ള ഇമേജ്. മനസ്സിലായോളാ വൃത്തികെട്ടവരെ? ഇന്ന് നീ കാണിച്ച പോലത്തെ സംസ്കാരമില്ലാത്ത പ്രവൃത്തി ഇനി മേൽ നീ ആവർത്തിച്ച ആദ്യം അഴിയെണ്ണാൻ പോകുന്നത് നീയായിരിക്കും. എന്റെ ഭർത്താവിനെ തൊട്ടു പോർന്നിനി. കുറെ നാളായി നിങ്ങളുടെ വലിയേട്ടൻ കളി ഞങ്ങൾ സഹിക്കുന്നു. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതോർത്താ നിങ്ങൾക്ക് കൊള്ളാം. അല്പം മുന്നേ പറഞ്ഞല്ലോ വലിയ ഇമേജിനെ കുറിച്ച്. ഞങ്ങളൊക്കെ വല്ലതും പ്രവർത്തിക്കുകയോ മറ്റോ ചെയ്താ നിങ്ങൾക്ക് തന്നെ അതിന്റെ മോശം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.